തുടങ്ങിക്കോ. ഞാനാണ് തുടങ്ങുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു മലയാളി മാസ്. ഞാൻ വിഷ്ണു. ഞാൻ ശ്രീ. വിഷ്ണു, നമുക്ക് യെസ്, ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിന്റെ ഡീകോഡിംഗിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി 2 എപ്പിസോഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു ഉഗ്രൻ എപ്പിസോഡായിരുന്നു. ഫുൾ ഓൺ പവർ പോലെ ഫീൽ ചെയ്ത് ബിഗ് ബോസിന്റെ പല ഡിസിഷൻസ് ആണെങ്കിലും കണ്ടസ്റ്റിന് പുറകിന് പണി കൊടുത്തോണ്ടേ ഇരിക്കുകയായിരുന്നു. കണ്ടസ്റ്റിന് എല്ലാവർക്കും ഇപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരെ പറഞ്ഞു വിടണം എന്നുള്ളൊരു ഒരു ത്വര വന്നു. കാരണം നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവനെ നോമിനേറ്റ് ചെയ്യണം, അല്ല അവനെ നോമിനേറ്റ് ചെയ്യണം, നോമിനേഷൻ ഡേ വരുന്ന ഒരു ടൈമിലാണ് ഒന്ന് പേടിക്കേണ്ടത്. ബട്ട് ഇപ്പൊ ടാസ്ക് വരുമ്പോഴേ ടാസ്കിൽ ജയിച്ചവർക്കും ഒന്ന് പേടിക്കണം. ആ ജയിച്ചതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും പണി വരുന്നുണ്ടോ എന്നുള്ള കണ്ടസ്റ്റന്റ് എല്ലാവർക്കും ഉള്ളിൽ ആ ഒരു എലമെന്റ് ഇട്ട് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഇപ്പം പ്ലാനിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡീകോഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു. മോർണിംഗ് ടാസ്ക് ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. ബട്ട് അതിൽ അക്ബർ രേണുവിനെ പറ്റി ഒരു വേർഡല്ല, ഒരു നിക് നെയിം കൊടുത്തത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. പക്ഷെ അതിനുശേഷം അക്ബർ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്നെങ്കിലും അത് എത്രത്തോളം ക്ലിക്ക് ആവുമെന്ന് അറിയത്തില്ല. കാരണം അത് രേണു നന്നായിട്ട് അതിനെ എൻകൗണ്ടർ ചെയ്ത് എക്സാക്ട്ലി എൻകൗണ്ടർ ചെയ്തെങ്കിൽ അത് അക്ബറിൻ്റെ അടുത്തല്ല പ്രേക്ഷകരുടെ അടുത്ത് നന്നായിട്ടുള്ള രീതിയിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി രേണുവിൻ്റെ ആ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ രേണു എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. രേണു പ്രേക്ഷകരോട് പറഞ്ഞിട്ട് രേണുവിന്റെ ഇമോഷണലി കാര്യങ്ങൾ, ഒരു സിറ്റുവേഷനെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്തിട്ട് അത് പ്രേക്ഷകരിലോട്ട് ഒരു വഴക്കിനോ ഒന്നിനും പുള്ളിക്കാരി ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ഡയറക്റ്റ് വേറൊരാളോട് സംസാരിച്ച് അതെന്തായാലും ഒരു സ്ക്രീൻ സ്പേസിൽ പോകുമെന്നറിയാം. അങ്ങനെയാണ് പുള്ളിക്കാരി ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് വീക്ക്ലി ടാസ്ക് ആയിരുന്നു. ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ കളക്ഷൻ ആയിരുന്നു. 3 കളർ കോയിൻ കാണും, ബ്ലാക്ക്, ഗോൾഡ് ആൻഡ് റെഡ്. ഗോൾഡ് കിട്ടുന്നവർക്ക് ഒരു പ്രത്യേക പവർ കിട്ടും, ബ്ലാക്ക് കിട്ടുന്നവർക്ക് പണിയും കിട്ടും. ആദ്യത്തെ റൗണ്ടിൽ അക്ബറാണ് ഗോൾഡ് കോയിൻ എടുത്തത്. പിന്നെ ബ്ലാക്ക് കോയിൻസ് 3 പേരായിരുന്നു, അഭിലാഷ്, റാന, പിന്നെ അനീഷ്. അവരുടെ പണിഷ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ ഗോൾഡ് കോയിൻ കിട്ടിയ അക്ബറിന് പുതിയൊരു പവർ കിട്ടിയിരുന്നു. ബട്ട് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ അക്ബറിനും പിന്നീട് ആര്യന് ചൂസ് ചെയ്തത് ആര്യനെയായിരുന്നു. ബട്ട് ആര്യന് കറക്റ്റായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അത് ആര്യന് എന്നതിലുപരി അക്ബറിന് ആ അക്ബറിന് സ്പെഷ്യൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് നോമിനേഷൻ ചെയ്യാം. നോമിനേഷൻ അക്ബറിന് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ബർ ആദ്യം വെക്കുന്ന പേര് ഒരു പക്ഷേ ഷാനവാസിന്റെ ആയിരിക്കാം. അത് ഷാനവാസിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാനവാസ് മനഃപൂർവ്വം ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് അത് വേറെ ആർക്കും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഷാനവാസിന് സാധിക്കുകയും ചെയ്തു. ഇന്നലെ ഷാനവാസ് അത്രയും പവറിലല്ലായിരുന്നു, ബട്ട് ഇന്ന് ഒരു ബ്രില്യന്റ് ഗെയിമാണ് നമുക്ക് ഷാനവാസിന് കിട്ടിയത്. അതിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് പുള്ളിക്ക് ഈവനിങ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വീക്ക്ലി ടാസ്ക് അവസാനിച്ചത്. പിന്നെ അതിനുശേഷം വീക്ക്ലി ടാസ്കിൽ റിസൾട്ട് വന്നതിന്റെ ഭാഗമായിട്ട് അക്ബർ അടുത്ത ആഴ്ചയിലേക്ക് നോമിനേഷനായി ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അനീഷ് ഇന്ന് ആക്ച്വലി കുഴപ്പമില്ല, വലിയ ബാഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ബട്ട് പുള്ളിയുടെ ആ ഒരു തുടക്കത്തിലെ ബൂസ്റ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒന്നും അറിയാതെ ആര്യന് ആക്ച്വലി അവന്റെ തിങ്സ് ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ വിഷമത്തിലിരിക്കുമ്പോഴത്തേന് അവൻ കൺവേ ചെയ്യാൻ ശ്രമിച്ച രീതി കറക്റ്റ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരാൾ തട്ടിപ്പറിച്ചത് നിനക്ക് വിഷമമാകത്തില്ലേ, മോഷണം പോയാലും തട്ടിപ്പറിച്ചതിന് തുല്യമാണ്. അത് അവൻ കൺവേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിന് പെട്ടെന്ന് അനീഷ് പ്രൊവോക്ഡ് ആയി. പക്ഷെ അത് ആവശ്യമില്ലാത്തൊരു പ്രൊവോക്കേഷൻ ആയിരുന്നു. എന്തോ ഒരു ബാഡ് വേർഡ് വിളിച്ചു, അത് മ്യൂട്ടിലാണ് വന്നത്. പക്ഷെ അത് നല്ലതായിട്ട് തോന്നുന്നില്ല അനീഷിന്റെ ഭാഗത്ത് നിന്ന്. കാരണം അനീഷ് അങ്ങനെ പ്രൊവോക്കഡ് ആവരുത്, അതാണ് അനീഷിന്റെ ഗെയിം. ബട്ട് അനീഷ് ഇന്ന് ആര്യൻ അതിൽ ജയിച്ചു. ആര്യൻ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി, അനീഷ് ബാഡ് വേർഡ് പറഞ്ഞു. എക്സാക്ട്ലി. അതിനിടയ്ക്ക് നെവിൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതിന്റെ ബാഡ്ജ് എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് കോയിന്റെ കേസിലും എന്തൊക്കെയോ അക്ബറിന്റെ തന്ത്രവശാൽ അവനെ തട്ടിപ്പറിച്ചു. അത് അവന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ബട്ട് അത് അത്യാവശ്യം എൻഗേജിങ് ആണ്. ബട്ട് ഈ പറയുന്ന പോലെ ഒരു ബൂസ്റ്റ് ഒരു വിന്നം മെറ്റീരിയൽ ആവാനുള്ള രീതിയിലോട്ട് വരുന്നില്ല. പക്ഷെ എങ്കിലും നല്ല ഒരു എൻഗേജിങ് ആയിട്ട് തോന്നി. സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നെവിൻ.
എക്സാക്ട്. അപ്പാനി ശരത്ത് ആക്ച്വലി ഇന്ന് മാത്രമല്ല പുള്ളിയുടെ ഒരു ഗെയിംസ് അങ്ങോട്ട് വർക്ക്ഔട്ട് ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നു. എക്സാക്ട്ലി. പുള്ളി കൂടുതലും ഗ്രൂപ്പിസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു plans പോപ്പുലർ ചെയ്യുന്നു. ആക്ടർ ആയതുകൊണ്ട് എല്ലാവരും പുള്ളിയുടെ അടുത്തോട്ട് വരുന്നതാണോ എന്തോ സംതിങ് മേ ബി ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല കറക്റ്റ് ആയിട്ട്. പക്ഷെ പുള്ളി ഇപ്പം ഈ പറയുന്ന പോലെ ബാഡ് ഗെയിം കളിക്കുന്നല്ല, പക്ഷെ പുള്ളിയുടെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സോ ഇത് സൈലന്റ് ആയിട്ട് ഒരാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതാണ് ഒനീൻ ആക്ച്വലി എല്ലാവരും നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഗെയിംസ് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഫീലായി. കാരണം ആര്യനെ കറക്റ്റായിട്ട് ഉപദേശിക്കുന്നുണ്ട്. കാരണം ആര്യൻ ഇൻഡിവിജ്വലി കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്. ബട്ട് ആര്യനെ കുറച്ച് പേര് മുതലെടുക്കുന്നുണ്ട്. എക്സാക്ട്ലി. അതാ അവന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വത കുറവുണ്ട്. പക്ഷെ അത് ഒനീൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, കാരണം ഞാൻ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ആര്യനും നല്ലൊരു ഗെയിമറാണ്. അവൻ ഗെയിംസിലെല്ലാം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ടാസ്ക് ആണെങ്കിലും ഇന്ന് വളരെ വേഗത്തിൽ ചെയ്തതെല്ലാം അവനായിരുന്നു. അത് മാത്രമല്ല, അവന് കുറച്ചുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ഡൗൺ ആവുന്നുണ്ടോ എന്ന്. പക്ഷെ അത് ടാസ്ക് വരുമ്പോൾ, വീക്ക്ലി ടാസ്ക് വരുമ്പോഴത്തേനും അവന് ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാത്തത് ഈ അപ്പാനി ശരത്തിന്റെ ഈ ഒരു ഗ്രൂപ്പിസത്തിനോട്. മേ ബി അക്ബറാണ് ആക്ച്വലി ഒരു പ്ലെയർ മേക്കർ. കാരണം അക്ബർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തീരുമാനിക്കുന്ന പുള്ളി തന്നെയാണ്. സോ പുള്ളിയുടെ ഗെയിംസിന്റെ ഭാഗമായിട്ട് ആര്യൻ ഒതുങ്ങുന്നുണ്ട്. ആര്യൻ പോലും അറിയാതെ അക്ബറിന്റെ ഗെയിമിൽ ആര്യനെ എടുക്കുന്നുണ്ട്. ബട്ട് ആര്യൻ അത് അറിയുന്നില്ല. ആര്യൻ പുള്ളിയുടെ സ്വന്തം കഴിവായിട്ടാണ് അതിനെ വെളിയിലേക്ക് വിടുന്നത്. ബട്ട് അക്ബർ നന്നായിട്ട് ആര്യനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇംപ്രൂവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത് അനുമോളാണ്. അനുമോള് നന്നായിട്ട് ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ഐ മീൻ ഇന്നലെയൊക്കെ കുറച്ച് മെന്റലി ഡൗൺ ആയിരുന്നു, കരച്ചിലും ഇമോഷണൽ ആയിട്ട് കുറച്ച് വീക്ക് ആയിരുന്നു. ബട്ട് ഇന്ന് തൊട്ട് ഫുൾ ഓൺ പവർ ആയി. കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഗെയിമിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരുടെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് അത് വർക്ക്ഔട്ട് ആക്കി എടുക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് അപ്പാനി ശരത്തിനെ നന്നായിട്ട് പുള്ളി പ്രൊവോക്ക് ചെയ്തു. പ്രൊവോക്ക് എന്നല്ല, അപ്പാനി ശരത്തിന്റെ ഗെയിം എന്താണോ അത് കറക്റ്റായിട്ട് പൊളിച്ച് കൈ കൊടുത്തു എന്നാണ് തന്നെ പറയാം. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.